ഹലോ കുട്ടികളെ, അപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഒരു ചാപ്റ്ററാണ് എ പീസ് ഓഫ് സ്ട്രിങ് ബൈ ഗെയ്ദെ മോപ്പസാൻ. അപ്പം നമുക്ക് വായിച്ചു തുടങ്ങിയാലോ. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. ദ സ്റ്റോറി വാർ റിവീൽസ് ഹൗ വാർ ഷാറ്റേഴ്സ് ദ ഹേർട്സ് ഓഫ് ദ എഫക്റ്റഡ് ഫാമിലീസ്. വാർ എന്ന കഥ യുദ്ധം കുടുംബങ്ങളുടെ മനസ്സ് എങ്ങനെ തകർക്കുന്നു എന്ന് കാണിച്ചു തരുന്നു. നൗ തിങ്ക് അബൌട്ട് ഹൗ ഇറ്റ് വുഡ് ഫീൽ ടു ബി മിസ്അണ്ടർസ്റ്റുഡ് ഓർ റോങ്ലി ജഡ്ജ്ഡ്. അതുപോലെ നമ്മളെ തെറ്റായി കുറ്റപ്പെടുത്തുകയോ നമ്മുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്താൽ എത്ര വേദന ഉണ്ടാകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഹൗ വുഡ് യു റിയാക്ട് ഇഫ് യുവർ ഹോണസ്റ്റി ഈസ് ക്വസ്റ്റ്യൻഡ്? Let's read A Piece of String by Guy Maupassant, a story that depicts the pain of being falsely accused. ഇത്തരമൊരു അവസ്ഥയെ അവതരിപ്പിക്കുന്ന കഥയാണ് എ പീസ് ഓഫ് സ്ട്രിങ്. ചെറിയൊരു സംഭവത്തെ തുടർന്ന് ഒരു നിരപരാധി എങ്ങനെ സമൂഹത്തിൻ്റെ സംശയത്തിനിരയാക്കുന്നു എന്ന് ഈ കഥ വ്യക്തമാക്കുന്നു. അപ്പം നമുക്ക് വായിച്ചു തുടങ്ങിയാലോ. Along all the roads around Godarville, the peasants and their wives were coming to town because it was market day. ഗോഡർവില്ല ഗ്രാമത്തിൻ്റെ ചുറ്റുമുള്ള എല്ലാ വഴികളിലൂടെയും കർഷകരും അവരുടെ ഭാര്യമാരും പട്ടണത്തിലേക്ക് വരികയായിരുന്നു. കാരണം അന്ന് ഒരു ചന്ത ദിവസമായിരുന്നു. Some led a cow or a calf by a cord, and their wives walking behind the animal wiped it with a leafy branch to hasten its progress. ചിലർ കയറ് ഉപയോഗിച്ച് പശുക്കിടാവിനെയോ മുന്നോട്ട് നയിച്ചു. അവരുടെ ഭാര്യമാർ മൃഗങ്ങളോട് പിന്നാലെ നടന്ന് ഇലകളുള്ള കൊമ്പുകൊണ്ട് തട്ടി അതിനെ വേഗത്തിൽ നടത്തിച്ചു. ഇൻ ദ പബ്ലിക് സ്ക്വയർ ഓഫ് ഗോഡർവില്ലെ ദർ വാസ് എ ക്രൗഡ്, എ ത്രോങ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ്. ഗോഡർവില്ലയിലെ പൊതുചന്തയിൽ ആളുകളും മൃഗങ്ങളും നിറഞ്ഞ വലിയ തിരക്കായിരുന്നു. Hoshcomb had just arrived at Goderville and he was walking towards the public square. Hoshcomb ഇപ്പോഴാണ് ഗോഡർവില്ലിൽ എത്തിയത്. അവൻ ചന്തയിലേക്ക് നടന്നു പോവുകയായിരുന്നു. നമ്മുടെ ഹോഷ്കോമാണ് ഈ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. ദെൻ ഹീ സോ എ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ് ഓൺ ദ റോഡ്. അപ്പോൾ ഈ ഹോഷ്കോം ഗോഡർവില്ലേക്ക് ചന്തയിലേക്ക് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അവൻ്റെ കണ്ണിൽ പെട്ടതൊരു ചരടിൻ്റെ കഷ്ണമായിരുന്നു. ഹീ തോട്ട് ദാറ്റ് എവറിത്തിങ് യൂസ്ഫുൾ ഔട്ട് ടു ബി പിക്ഡ് അപ്പ്. ഉപയോഗമുള്ള ഏതൊരു വസ്തുവും എടുത്ത് സൂക്ഷിക്കണം എന്നായിരുന്നു അവൻ കരുതിയിരുന്നത്. He took the bite of thin cord from the ground and began to roll it carefully. അവൻ ആ ചെറിയ ചരട് എടുത്ത് ശ്രദ്ധയോടെ ചുരുട്ടാൻ തുടങ്ങി. Then he noticed Melandian on the threshold of his door looking at him. നമ്മുടെ അടുത്ത കഥാപാത്രമാണ് മാലൻഡൈൻ. മാലൻഡൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാഷ്കോമിൻ്റെ ശത്രുവാണ്. അപ്പോൾ അദ്ദേഹം അവിടെ നിന്നിട്ട് കടവാതിലിൽ നിന്നുകൊണ്ട് അവരുടെ കടയുടെ വാതിലിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഹാഷ്കോമിനെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ദർ വർ ഓൺ ബാഡ് ടേംസ് വിത്ത് ഈച്ച് അതർ. അവർ തമ്മിൽ നല്ല ബന്ധമില്ലായിരുന്നു, നല്ല സ്വരച്ചേർച്ചകളിലായിരുന്നു. ഹോഷ്കോം വാസ് സീസ്ഡ് വിത്ത് ഷെയിം ടു ബി സീൻ ദസ് ബൈ ഹിസ് എനിമി. തൻ്റെ ശത്രു ഇങ്ങനെ കണ്ടതിൽ ഹാഷ്കോമിന് ഭയങ്കര ലജ്ജ തോന്നി. താനൊരു ചരടെടുക്കുന്നത് അവൻ കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഹാഷ്കോമിന് ഭയങ്കര ഷെയിമായത്. ഹി കൺസീൽഡ് ദിസ് ഫൈൻ ക്വിക്ലി ഇൻ ഹിസ് ട്രൗസേഴ്സ് പോക്കറ്റ്. അവൻ എടുത്ത ചരട് പെട്ടെന്ന് പോക്കറ്റിൽ ഒളിപ്പിച്ചു. ഹി പ്രിറ്റൻഡഡ് ടു ബി ലുക്കിംഗ് ഓൺ ദ ഗ്രൗണ്ട് ഫോർ സംതിങ് എൽസ്. ഹാഷ്കോം ഇവനത് നമ്മുടെ മലൻഡൈൻ കണ്ടപ്പോൾ അവന് ആകെ നാണക്കേടായി. താൻ എന്തോ താഴ്ത്തി കിടക്കുന്നൊക്കെ എടുക്കുന്ന ആളാന്ന് തോന്നിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ ആ ചരടെടുത്തിട്ട് പോക്കറ്റിലേക്ക് ഇട്ടു. എന്നിട്ട് വേറെ എന്തോ തിരയുന്നത് പോലെ നടിച്ചു. ദെൻ ഹീ വെൻറ്റ് ടുവാർഡ്സ് ദ മാർക്കറ്റ്. ശേഷം അവൻ ചന്തയിലേക്ക് നടന്നു. ഹി വാസ് സൂൺ ലോസ്റ്റ് ഇൻ ദ നോയ്സി ക്രൗഡ്. നോയ്സി ക്രൗഡ് എന്ന് പറഞ്ഞാൽ തിരക്കുള്ള ജനക്കൂട്ടത്തിൽ അവൻ പെട്ടെന്ന് തിരക്കുള്ള ജനക്കൂട്ടത്തിൽ മറഞ്ഞുപോയി. സൂൺ ദ സ്ക്വയർ വാസ് ഡെസേർട്ടഡ്. കുറച്ച് സമയത്തിന് ശേഷം ആ ചന്ത മൈതാനം ശൂന്യമായി, ആരും ഇല്ലാണ്ട് ഡെസേർട്ടായിപ്പോയി. അറ്റ് ദ ടാവൺ ദ ഗ്രേറ്റ് ഹാൾ വാസ് ഫുൾ ഓഫ് പീപ്പിൾ ഈറ്റിംഗ്. ഭക്ഷണശാലയിലെ വലിയ ഹാളിൽ ആളുകൾ ഭക്ഷണം കഴിച്ച് നിറഞ്ഞിരുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോയാലോ. ദ ഡിഷസ് വെർ പാസ്ഡ് ആൻഡ് എംപ്റ്റീഡ് ആസ് വെർ ദ ജഗ്സ് ഓഫ് സൈഡർ. ഭക്ഷണപാത്രങ്ങളും സൈഡർ നിറച്ച കലശങ്ങളും ആളുകൾ തമ്മിൽ കൈമാറുകയും അവ പൂർണ്ണമായും കഴിച്ചും കുടിച്ചും തീർത്തു.
ദ പെസൻസ് ഡിസ്കസ് ദ ക്രോപ്സ് ആൻഡ് ദെയർ പർച്ചേസസ് ആൻഡ് സെയിൽസ്. കർഷകർ, പെസൻസ് എന്ന് പറഞ്ഞാൽ കർഷകരാണ്. കർഷകർ കൃഷിയെയും അവർ വാങ്ങിയതും വിറ്റതുമായിട്ടുള്ള കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ദ വെദർ വാസ് ഫേവറബിൾ ഫോർ ദ ഗ്രീൻ തിങ്സ് ബട്ട് നോട്ട് ഫോർ ദ വീറ്റ്. കാലാവസ്ഥ പച്ചക്കറികൾക്ക് അനുയോജ്യമായിരുന്നെങ്കിലും ഗോതമ്പിനത്ര നല്ലതായിരുന്നില്ല. സഡൻലി ദ ഡ്രം ബീറ്റ് ഇൻ ദ കോർട്ട്യാർഡ് ഔട്ട്സൈഡ് ദ ടാവൻ. അപ്രതീക്ഷിതമായി ഭക്ഷണശാലയുടെ പുറത്തുള്ള മുറ്റത്ത് മദ്ദളത്തിൻ്റെ ശബ്ദം കേട്ടു. എവരിബഡി റോസ് എക്സെപ്റ്റ് എ ഫ്യൂ ആൻഡ് റാൻ ടു ദ ഡോർ ഓർ ടു ദ വിൻഡോസ്, ദെയർ മൗത്ത് സ്റ്റിൽ ഫുൾ. ചിലരെ ഒഴിച്ചാൽ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തന്നെ വാതിലുകളിലേക്കും ജനലുകളിലേക്കും ഓടി. ആഫ്റ്റർ ദ പബ്ലിക് ക്രയർ ഹാഡ് സീസ്ഡ് ഹിസ് ഡ്രം ബീറ്റിംഗ് ഹി കോൾഡ് ഔട്ട് ഇൻ എ ജെർക്കി വോയിസ്. മദ്ദളം അടിക്കൽ നിർത്തിയ ശേഷം പൊതു ആഘോഷൻ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചു. ദിസ് ഈസ് ഹിയർ ബൈ മെയ്ഡ് നോൺ ടു ദ ഇൻഹെബിറ്റൻസ് ഓഫ് ഗോഡർവില്ലെ ആൻഡ് ടു ഓൾ പേഴ്സൺസ് പ്രസൻറ്റ് അറ്റ് ദ മാർക്കറ്റ്. ഗോഡർവില്ലിലെ നാട്ടുകാരെയും ചന്തയിലെത്തിയ എല്ലാവരുടെയും ഇതുവഴി അറിയിക്കുന്നു. There was lost this morning on the road between 9 and 10 o'clock a black leather pocket book containing 500 francs and some business papers. ഇന്ന് രാവിലെ 9-നും 10-നും ഇടയിൽ റോഡിൽ വെച്ച് 500 ഫ്രാങ്കും ചില ബിസിനസ് രേഖകളുമുള്ള ഒരു കറുത്ത തൂവൽ പേഴ്സ് നഷ്ടപ്പെട്ടു. ദ ഫൈൻഡർ ഈസ് റിക്വസ്റ്റഡ് ടു റിട്ടേൺ ദ സെയിം വിൽ ഓൾ ഹാസൽ ടു ദ മേയേഴ്സ് ഓഫീസ്. അത് കണ്ടെത്തുന്നവർ ഉടമ മേയറുടെ ഓഫീസിൽ എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. ഇങ്ങനെ അനൗൺസ്മെൻറ്റ് പോലെ പറഞ്ഞിട്ട് പോവുകയാണ്, ഇങ്ങനെ ഒരു ലെതർ പേഴ്സ് കാണാണ്ടായിട്ടുണ്ട്, അത് കണ്ടു കിട്ടുന്നവർ മേയറിൻ്റെ ഓഫീസിൽ എത്തിക്കണം. ദർ വിൽ ബി 20 francs റിവാർഡ്. അതിന് 20 ഫ്രാങ്ക് പ്രതിഫലമായി നൽകുമെന്ന് പറയുകയാണ്. അപ്പോൾ ആളുകൾ ഭക്ഷണം കഴിക്കുകയും ചിലർ ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് ഡോറിലൂടെ ഓടി ജനലിൻ്റെ അടുത്തേക്കൊക്കെ പോവുകയാണ്, എന്താണ് അനൗൺസ്മെൻ്റ് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. Then the man went away and the peasants began to talk of this event. അറിയിപ്പ് പറഞ്ഞ് അയാൾ പോയതിനു ശേഷം കർഷകർ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. They discussed the chance of finding or not finding the pocket book. ആ പേഴ്സ് കിട്ടുമോ ഇല്ലയോ എന്ന കാര്യം അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They were finishing their coffee when a chief of the gendarmes appeared. അവർ കാപ്പി കുടിച്ച് തീർക്കുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ എത്തി. He enquired, "Is Mr. Hoshcombe here?" അദ്ദേഹം ചോദിച്ചു, ഹോഷ്കോം ഇവിടെ ഉണ്ടോ? ഹോഷ്കോം സീറ്റഡ് അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ ടേബിൾ റിപ്ലൈഡ്, "ഹിയർ ഐ ആം." മേശയുടെ മറുവശത്ത് ഇരുന്ന ഹോഷ്കോം മറുപടി പറഞ്ഞു, "ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു." ആൻഡ് ദ ഓഫീസർ റിസ്യൂംഡ്, "മിസ്റ്റർ ഹോഷ്കോം, വിൽ യു പ്ലീസ് അക്കോമ്പനി മീ ടു ദ മേയേഴ്സ് ഓഫീസ്? ദ മേയർ വുഡ് ലൈക്ക് ടു ടോക്ക് ടു യു." പോലീസുകാരൻ വീണ്ടും പറഞ്ഞു, "ഹോഷ്കോം സാർ, ദയവായി മേയറുടെ ഓഫീസിലേക്ക് വരുമോ? മേയർക്ക് നിങ്ങളോട് എന്തോ സംസാരിക്കാൻ ആഗ്രഹമുണ്ട്." ദ പെസൻറ്റ് സർപ്രൈസ് ആൻഡ് ഡിസ്റ്റർബ്ഡ് സെറ്റ് ഔട്ട് റിപ്പീറ്റിംഗ്, "ഹിയർ ഐ ആം, ഹിയർ ഐ ആം." ആ കർഷകൻ അതിശയത്തോടും ഭയത്തോടും കൂടി "ഞാൻ ഇവിടെയുണ്ട്" എന്ന് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു. മേയറുടെ മുൻപിലാണ് അടുത്ത സീന്. ദ മേയർ വാസ് അവൈറ്റിംഗ് ഹിം സീറ്റഡ് ഓൺ എ ആം ചെയർ. മേയർ ഒരു കൈക്കസാരയിൽ ഇരുന്ന് അവനെ കാത്തിരുന്നു. ഹി വാസ് എ സ്റ്റൗട്ട് സീരിയസ് മാൻ ഹു സ്പോക്ക് ഇൻ പോംപസ് ഫ്രേസസ്. അദ്ദേഹം കൂറ്റൻ ശരീരവും ഗൗരവ സ്വഭാവമുള്ള ആളായിരുന്നു. അദ്ദേഹം ഔദ്യോഗികവും അഭിമാനപരവുമായ ഭാഷയിൽ സംസാരിക്കുമായിരുന്നു. മിസ്റ്റർ ഹോഷ്കോം സെഡ് ഹി, "You were seen this morning to pick up on the road the lost pocket book." The countryman was astounded. He looked at the mayor. He was terrified by his suspicious resting on him. ആ ഗ്രാമവാസി അതിശയത്തോടെ ഞെട്ടിപ്പോയി. നമ്മുടെ ഹോഷ്കോം ഞെട്ടിയിട്ട് മേയറെ നോക്കുകയാണ്. അവൻ മേയറിനെ നോക്കി. തന്നെ സംശയിക്കുന്നതിൽ അവൻ വളരെ ഭയന്നു. മീ 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 പിക്കപ്പ് ദ പോക്കറ്റ് ബുക്ക്? ഞാനാണോ ആ പേഴ്സ് എടുത്തത് എന്ന് അവൻ അതിശയത്തോടെ ചോദിച്ചു. "യെസ്, യു യുവർസെൽഫ്." അപ്പം നമ്മുടെ മേയർ പറയാണ്, "അതെ, നിങ്ങളാണ്" എന്ന് മേയർ പറഞ്ഞു. "വേർഡ് ഓഫ് ഓണർ, ഐ നെവർ ഹേർഡ് ഓഫ് ഇറ്റ്." സത്യമായി പറയാണ്, അതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല എന്ന് ഹോഷ്കോം പറഞ്ഞു. "ബട്ട് യു വെർ സീൻ." പക്ഷെ നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് മേയർ പറഞ്ഞു. "ഐ വാസ് സീൻ മീ? ഹൂ സേസ് ഹി സോ മീ?" എന്നെയോ കണ്ടത്?
ആരാണ് അങ്ങനെ പറയുന്നത് എന്ന് അവൻ ചോദിച്ചു. മിസ്റ്റർ മെലൻഡ, ദ ഹാർനസ് മേക്കർ, കുതിരോപകരണങ്ങൾ ഉണ്ടാക്കുന്ന മാലൻഡൻ എന്ന് മേയർ മറുപടി പറഞ്ഞു. ദ ഓൾഡ് മാൻ റിമെമ്പർ, അണ്ടർസ്റ്റുഡ് ആൻഡ് ഫ്ലഷ്ഡ് വിത്ത് ആങ്കർ. ആ വയോധികന് കാര്യങ്ങൾ മനസ്സിലായി. അവൻ കോപത്തോടെ ചുവന്നു. നമ്മുടെ ഹാഷ്കോമിന് മനസ്സിലായി മെലൻഡൻ നമ്മുടെ ആ ചരട് എടുക്കുന്നത് കണ്ടിട്ടാണ് പറഞ്ഞത് പോക്കറ്റ് ബുക്ക് താനാണ് എടുത്തതെന്ന് മേയറിനോട് പറഞ്ഞു കൊടുത്തത് മെലൻഡൻ ആണെന്ന് മേയർ പറഞ്ഞു. നിങ്ങൾ എടുക്കുന്നത് മെലൻഡൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് മേയർ. അപ്പോൾ ഹാഷ്കോം പറയാണ്, ഇല്ല സാർ, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറയണം. അപ്പോൾ ആരാണ് ഇതിനെ പറ്റിയിട്ട് ഞാൻ എടുത്തതായിട്ട് ആരാണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയാണ് മിസ്റ്റർ മെലൻഡൻ ആണ് കണ്ടതെന്ന്. അപ്പോൾ അയാൾ പറയാണ്, ഹീ സോ മീ പിക്ക് അപ്പ് ദിസ് സ്ട്രിങ് ഹിയർ യുവർ ഓണർ. അവൻ എന്നെ കണ്ടത് ഇതാ ഈ ചെറിയ ചരട് എടുത്തപ്പോഴാണ് സാർ എന്ന് ഓഷ്കോം പറഞ്ഞു. ആൻഡ് റമേജിങ് ഇൻ ഹിസ് പോക്കറ്റ് ഹി ഡ്രൂ ഔട്ട് ദ ലിറ്റിൽ പീസ് ഓഫ് സ്ട്രിങ്. അവൻ പോക്കറ്റിൽ തിരിഞ്ഞ് ആ ചെറിയ ചരട് പുറത്തെടുത്തു. ബട്ട് ദ മേയർ ഇൻക്രെഡുലസ് ഷൂക്ക് ഹിസ് ഹാർഡ്. പക്ഷെ വിശ്വസിക്കാതെ മേയർ തലകുലുക്കി. നമ്മുടെ ഹാഷ്കോം പോക്കറ്റിൽ നിന്ന് ആ ചെറിയ ചരട് എടുത്തിട്ട് പറഞ്ഞു, ഇതാണ് ഞാൻ എടുത്തത് സാർ, ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല, മെലൻഡൻ തെറ്റിദ്ധരിച്ചതാണ് എന്നെ, ഞാൻ ഈ ചെറിയ കഷ്ണം സ്ട്രിങ് എന്ന് പറഞ്ഞ ചരടാണ് എടുത്തത്, വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അത് കണ്ടിട്ടാവും ചിലപ്പോൾ മെലൻഡൻ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ മേയറിന് അത് പറഞ്ഞത് ഒട്ടും വിശ്വാസമായിട്ടില്ല. പക്ഷേ എന്തെങ്കിലും അയാൾ വിശ്വസിക്കാതെ തലകുലുക്കി. യു വിൽ നോട്ട് മേക്ക് മീ ബിലീവ് മിസ്റ്റർ ഹാഷ്കോം that Mr. Melandon, who is even worthy of surrenders, mistook this code for a pocket book. വിശ്വസനീയമായ മെലൻഡൻ ഈ ചരടിനെ പേഴ്സ് എന്ന് തെറ്റിദ്ധരിച്ചെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് മേയർ പറഞ്ഞു. മേയർ പറയാണ്, നീ ഇപ്പോൾ പറഞ്ഞല്ലോ ചരടാണ് നീ എടുത്തതെന്ന്, പക്ഷേ എനിക്ക് അത്രയും വിശ്വാസമാണ് മെലൻഡനെ. അപ്പം മെലൻഡൻ ഒരിക്കലും അങ്ങനെ ഈ ചരടാണ് എടുത്തതെന്ന് അവൻ ഒരിക്കലും പറയില്ല. അവൻ ആ പോക്കറ്റ് ബുക്ക് നീ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. നീ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് മേയർ പറയുന്നത്. ആഫ്റ്റർ പിക്കിംഗ് അപ്പ് ദ ഒബ്ജക്റ്റ് യു സ്റ്റുഡ് ദർ ലുക്കിംഗ് എ ലോങ് വൈൽ ഇൻ ദ മഡ് ടു സീ ഇഫ് എനി പീസ് ഓഫ് മണി ഹാഡ് ഫോളൺ ഔട്ട്. ആ വസ്തു എടുത്തതിന് ശേഷം എന്തെങ്കിലും പണം വീണിട്ടുണ്ടോ എന്ന് നോക്കി നിങ്ങൾ ചെളിയിൽ കുറേ നേരം നിന്നിരുന്നു എന്നും മേയർ ആരോപിച്ചു. മേയർ പറയാണ്, മെലൻഡൻ പറഞ്ഞല്ലോ നിങ്ങൾ ഓൾറെഡി ആ പോക്കറ്റ് ബുക്ക് എടുത്തതിന് ശേഷം ഇനി ബാക്കി എന്തെങ്കിലും ആ ചളിയിൽ മണ്ണിൽ ആ പൈസ വല്ലതും വീണിട്ടുണ്ടോയെന്ന് നിങ്ങൾ നോക്കിയത് ഞാൻ മെലൻഡൻ കണ്ടിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ദ ഗുഡ് ഓൾഡ് മാൻ ചോക്ക്ഡ് വിത്ത് ഇൻഡിഗ്നേഷൻ ആൻഡ് ഫിയർ. ആ സത്യസന്ധനായ ഹാഷ്കോം കോപവും ഭയവും കൊണ്ട് വാക്കുകൾ മുട്ടിപ്പോയി. ഹൗ ക്യാൻ എനിവൺ ടെൽ സച്ച് ലൈസ് ടു ടേക്ക് അവേ ആൻ ഹോണസ്റ്റ് മാൻസ് റെപ്യൂട്ടേഷൻ. ഒരു സത്യസന്ധനായ മനുഷ്യൻ്റെ മാനക്കേട് വരുത്താൻ ഇങ്ങനെ കള്ളം പറയാനാകുമോ എന്ന് അവൻ വേദനയോടെ ചോദിച്ചു. ദർ വാസ് നോ യൂസ് ഇൻ ഈസ് പ്രൊട്ടസ്റ്റിംഗ്, നോബഡി ബിലീവ്ഡ് ഹിം. അവൻ എത്ര പറഞ്ഞാലും പ്രയോജനമുണ്ടായില്ല, ആരും അവനെ വിശ്വസിച്ചില്ല. ഹാഷ്കോം ദേഷ്യത്തിൽ ചോദിക്കാൻ, ഒരു സത്യസന്ധനായ ആളിനെ പറ്റി എന്തൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കി പറയുന്നത്, ഇങ്ങനെ കള്ളം പറയാൻ പാടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവൻ എത്ര പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടും അവിടെ ഒരു പ്രയോജനവും ഉണ്ടായില്ല, ആരും അവനെ വിശ്വസിച്ചില്ല. ഹി വാസ് കോൺഫിഡൻറ്റ് വിത്ത് മെലൻഡൻ ഹു റിപ്പീറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ഹിസ് അഫർമേഷൻ. മെലൻഡൻ നേരിൽ കൊണ്ടുവന്നു. അവൻ തൻ്റെ ആരോപണം വീണ്ടും ആവർത്തിച്ചു. അറ്റ് ഹിസ് ഓൺ റിക്വസ്റ്റ് ഹാഷ്കോം വാസ് സെർച്ച്ഡ്, നത്തിങ് വാസ് ഫൗണ്ട് ഓൺ ഹിം. സ്വയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹാഷ്കോമിനെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഹാഷ്കോം പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ പരിശോധിച്ചോളൂ, എൻ്റെ പോക്കറ്റിൽ ഞാൻ സത്യസന്ധമായിട്ട് ഇട്ടത് ആകെ ഒരു ചരടിൻ്റെ കഷ്ണമാണ്, വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരിശോധിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവനെ പരിശോധിച്ചതും അവിടെ നിന്നൊന്നും അവൻ്റെ ശരീരത്തിൽ നിന്നൊന്നും കിട്ടിയില്ല. ഫൈനലി ദ മേയർ വെരി മച്ച് പെർപ്ലെക്സ്ഡ് ഡിസ്ചാർജ്ഡ് ഹിം. അവസാനം ആശയക്കുഴപ്പത്തിലായ മേയർ അവനെ വിട്ടയച്ചു. ആസ് ഹി ലെഫ്റ്റ് ദ മേയേഴ്സ് ഓഫീസ് ദ ഓൾഡ് മാൻ വാസ് സറൗണ്ടഡ്. ആ വില്ലേജേഴ്സ് ഓരോരുത്തരായി ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹി ബിഗാൻ ടു ടെൽ ദ സ്റ്റോറി ഓഫ് ദ സ്ട്രിങ്. നോ വൺ ബിലീവ്ഡ് ഹിം, ദേ ലോഫ്ഡ് അറ്റ് ഹിം. അപ്പോൾ അവൻ്റെ ചരടിൻ്റെ കഥ വിശദീകരിക്കാൻ തുടങ്ങി. പക്ഷെ ആരും തന്നെ വിശ്വസിച്ചില്ല, അവർ അവനെ പരിഹസിച്ചു. He went along, stopping his friends, showing his pocket turned side out to prove that he had nothing. വഴിയിൽ സുഹൃത്തുക്കളെ നിർത്തി തൻ്റെ പോക്കറ്റുകൾ അകത്തേക്ക് തിരിച്ച് കാണിച്ചുകൊണ്ട് തനിക്കൊന്നുമില്ലെന്നും തെളിയിക്കാൻ അവൻ ശ്രമിച്ചു. They said, old rascal, get out. അവർ പറഞ്ഞു, പഴയ കള്ളനെ പോടോ, അങ്ങനത്തെ രീതിയിൽ സംസാരിച്ചു.
The next day, about 1 o'clock in the afternoon, an employee in a shop returned the pocketbook. അടുത്ത ദിവസം ഉച്ചയോടെ ഒരു കടയിലെ ജോലിക്കാരൻ പേഴ്സ് തിരികെ നൽകി. The man claimed to have found the object on the road. അവൻ അതിന് റോഡിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പിറ്റേ ദിവസം നമ്മുടെ ഹാഷ്കോമിനെ എല്ലാവരും കളിയാക്കി, താനാ എടുത്തതെന്ന് കുറ്റപ്പെടുത്തി. അവൻ്റെ സത്യസന്ധത ആരും തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം ഒരു ഷോപ്പിലുണ്ടായിരുന്ന എംപ്ലോയിക്ക് ആ പോക്കറ്റ് ബുക്ക് കളഞ്ഞു കിട്ടി. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് അത് മേയറിൻ്റെ ഓഫീസിൽ എത്തിച്ചു. നോട്ട് നോയിങ് ഹൗ ടു റീഡ്, ഹി ഹാഡ് ഗിവൺ ഇറ്റ് ടു ഹിസ് എംപ്ലോയർ. ദ മാൻ ക്ലെയിം ടു ഹാവ് ഫൗണ്ട് ദ ഒബ്ജക്റ്റ് ഇൻ ദ റോഡ്. അവന് ആ റോഡിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. പക്ഷെ വായിക്കാൻ അറിയാത്തതിനാൽ അത് തൻ്റെ തൊഴിലുടമയ്ക്ക് കൈമാറി. ദ ന്യൂസ് സ്പ്രെഡ് ത്രൂ ദ നെയ്ബർഹുഡ്. ഈ വാർത്ത പ്രദേശമൊട്ടാകെ പടർന്നു. ഹോഷ്കോം വാസ് ഇൻഫോംഡ് ഓഫ് ഇറ്റ്. ഹോഷ്കോം ഈ വിവരം അറിഞ്ഞു. ഹി ഇമ്മീഡിയറ്റ്ലി ബിഗാൻ ടു റീകൗണ്ട് ഹിസ് സ്റ്റോറി വിത്ത് ഇറ്റ്സ് ഹാപ്പി ക്ലൈമാക്സ്. അവൻ സന്തോഷത്തോടെ തൻ്റെ കഥ വീണ്ടും പറയാൻ തുടങ്ങി. ഹി വാസ് ഇൻ ട്രിയംഫ്. താൻ ജയിച്ചുവെന്ന അഭിമാനത്തിലായിരുന്നു അവൻ. ഹി ടോക്ക്ഡ് ഓഫ് ഹിസ് അഡ്വഞ്ചർ ഓൾ ഡേ ലോങ്. മുഴുവൻ ദിവസവും അവൻ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചു. He told it on the highway to people who were passing by, in the wine shop to people who were drinking there, and to person coming out of the church the following Sunday. വഴിയിലൂടെ പോകുന്നവരോടും വരുന്നവരോടും അവൻ കഥ പറഞ്ഞു. മദ്യശാലയിലുള്ള ആളുകളോടും അടുത്ത ഞായറാഴ്ച പള്ളിയിൽ നിന്നും പുറത്തു വരുന്നവരോടും അവൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നു. ഹീ സ്റ്റോപ്ഡ് സ്ട്രേഞ്ചേഴ്സ് ടു ടെൽ ദം അബൌട്ട് ഇറ്റ്. അപരിചിതരെയും നിർത്തി അവൻ കഥ വിശദീകരിച്ചു. ഹി വാസ് കാം നൗ ആൻഡ് യെറ്റ് സംതിങ് ഡിസ്റ്റർബ്ഡ് ഹിം. ഇപ്പോൾ അവൻ ശാന്തനാണ്, പക്ഷേ എന്തോ അവനെ അലട്ടിക്കൊണ്ടിരുന്നു. പീപ്പിൾ ഹാഡ് ദ എയർ ഓഫ് ജോക്കിംഗ് വൈൽ ദേ ലിസൺഡ്. ആളുകൾ കേൾക്കുമ്പോൾ പരിഹാസഭാവത്തിലായിരുന്നു. ദേ ഡിഡ് നോട്ട് സീം കൺവിൻസ്ഡ്. അവർ വിശ്വസിച്ചതായി തോന്നിയില്ല. ഹി സീംഡ് ടു ഫീൽ ദാറ്റ് റിമാർക്സ് വെർ ബീയിങ് മെയ്ഡ് ബിഹൈൻഡ് ഹിസ് ബാക്ക്. തൻ്റെ പുറകിൽ ആളുകൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുവെന്ന് അവന് തോന്നി. The next Tuesday, he went to the market at Godar village just to discuss the case. അടുത്ത ചൊവ്വാഴ്ച കേസ് വിശദീകരിക്കുന്നതിനായി അവൻ വീണ്ടും ചന്തയിലേക്ക് പോയി. നമ്മുടെ ഹാഷ്കോം. മലാൻഡൻ സ്റ്റാൻഡിങ് അറ്റ് ഹിസ് ഡോർ ബിഗാൻ ടു ലോഫ് ഓൺ സീയിങ് ഹിം പാസ്. മലാൻഡൻ അവനെ കണ്ടപ്പോൾ പരിഹസിച്ച് ചിരിച്ചു. എ ഹോഴ്സ് ഡീലർ കോൾഡ് ഔട്ട് ടു ഹിം, കം കം ഓൾഡ് ഫെല്ലോ, ദാറ്റ്സ് ആൻ ഓൾഡ് ട്രിക്ക്, ഐ നോ ഓൾ അബൌട്ട് യുവർ പീസ് ഓഫ് സ്ട്രിങ്. ഒരു കുതിര വ്യാപാരി അവനെ വിളിച്ചു. ഹാഷ്കോമിനെ വിളിച്ചിട്ട് പറയാണ്, അയ്യോ പഴയ തന്ത്രമല്ല അത് അത് നിന്റെ ചരടിൻ്റെ കഥ എനിക്കെല്ലാം അറിയാം എന്ന് അവൻ പരിഹസിച്ചു. ഹാഷ്കോം സ്റ്റാമേർഡ്, ബട്ട് സിൻസ് ദ പോക്കറ്റ് ബുക്ക് വാസ് ഫൗണ്ട് ദ അതർ മാൻ റിപ്ലൈഡ് ഷട്ട് അപ്പ്. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, നീ ഇവിടെ വന്ന് അവരെ ഹാഷ്കോമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഇവിടെ വാ, നിൻ്റെ പഴയ തന്ത്രമല്ല നീ ഉപയോഗിച്ചത്, നിൻ്റെ ചരടിൻ്റെ കഥ എനിക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞിട്ട് അയാൾ കളിയാക്കണം ഹാഷ്കോമിന്. അപ്പോൾ ഹാഷ്കോം പറയാണ്, പക്ഷെ പേഴ്സ് കിട്ടിയല്ലോ എന്ന് ഹാഷ്കോം വിറച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അയാൾ പറയാണ്, മിണ്ടരുത്, ഷട്ട് അപ്പ് എന്ന് പറയാണ്. ദർ ഈസ് വൺ ദാറ്റ് ഫൈൻഡ്സ്, ദർ ഈസ് വൺ ദാറ്റ് റിപ്പോർട്ട്സ്. ഒരാൾ കണ്ടെത്തുകയും മറ്റൊരാൾ അത് കൈമാറുകയും ചെയ്തതായിരിക്കാം. അറ്റ് എനി റേറ്റ് യു ആർ മിക്സ്ഡ് അപ്പ് വിത്ത്. എന്തായാലും ഇതിൽ നിനക്കും പങ്കുണ്ടെന്ന് പറയാണ് കുതിര കച്ചവടക്കാരൻ. അപ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാഷ്കോം തന്നെയാണ് അതെടുത്തതെന്നും പിന്നെ പിടിക്കപ്പെട്ടതിന് ശേഷം ആ കടയിലെ ആൾക്ക് കൈമാറിയതാണെന്നാണ് ആര് പറയുന്നത്, ഹാഷ്കോമിനെ കുറിച്ചിട്ട് ആ കുതിര കച്ചവടക്കാരൻ പറയുന്നത്. ദ പെസൻറ്റ് സ്റ്റുഡ് ഷോക്കിംഗ്. ആ കർഷകൻ വാക്കുകൾ മുട്ടി നിൽക്കുകയായിരുന്നു. ഏത് കർഷകൻ? ഹാഷ്കോമിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഹി അണ്ടർസ്റ്റുഡ്. ദേ അക്യൂസ്ഡ് ഹിം ഓഫ് ഹാവിങ് ദ പോക്കറ്റ് ബുക്ക് റിട്ടേൺ ബൈ ആൻ അക്കോംപ്ലിസ്. അവന് കാര്യം മനസ്സിലായി. പേഴ്സ് മറ്റൊരാളുടെ സഹായത്തോടെ തിരികെ കൊടുത്തതാണെന്നാണ് ആളുകൾ അവനെ കുറ്റപ്പെടുത്തിയത്. ഹി ട്രൈഡ് ടു പ്രൊട്ടസ്റ്റ്. അവൻ പ്രതിഷേധിക്കാൻ, സത്യം പറയാൻ ശ്രമിച്ചു. ഓൾ ദ ടേബിൾ ബിഗാൻ ടു ലോഫ്. എന്നാൽ മേശയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരും അവനെ പരിഹസിച്ച് ചിരിച്ചു. ഹി കുഡ് നോട്ട് ഫിനിഷ് ഹിസ് ഡിന്നർ ആൻഡ് വെൻറ്റ് അവേ ഇൻ ദ മിഡ്സ് ഓഫ് ജിയേഴ്സ്. പരിഹാസങ്ങൾക്കിടയിൽ അവൻ ഭക്ഷണം പോലും പൂർത്തിയാക്കാനാവില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. He went home ashamed and indignant, choking with anger and confusion. ലജ്ജയും കോപവും ആശയക്കുഴപ്പവും നിറഞ്ഞ മനസ്സോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി. His innocence was impossible to prove. തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും അസാധ്യമാണെന്ന് അവന് മനസ്സിലായി. ആൻഡ് ഹി വാസ് സ്ട്രിക്കൺ ടു ദ ഹാർട്ട് ബൈ ദ ഇൻജസ്റ്റിസ് ഓഫ് ദ സസ്പീഷ്യസ്. തെറ്റായ സംശയം അവൻ്റെ ഹൃദയത്തെ ആഴത്തിൽ വേദനിപ്പിച്ചു. ദെൻ ഹി ബിഗാൻ ടു റീകൗണ്ട് ദ അഡ്വഞ്ചർ അഗെയിൻ. ശേഷം
അവൻ ഈ സംഭവം വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. പ്രൊലോങ്ങിങ് ഹിസ് ഹിസ്റ്ററി എവ്രി ഡേ. ഓരോ ദിവസവും അവൻ കഥ കൂടുതൽ വിശദമായി പറഞ്ഞു. ഈച്ച് ടൈം ഹി ആഡഡ് ന്യൂ റീസൺസ്, മോർ എനർജറ്റിക് പ്രൊട്ടസ്റ്റേഷൻസ്, മോർ സോൾമൻ ഓത്ത്സ്. ഓരോ തവണയും കൂടുതൽ കാരണങ്ങളും ശക്തമായ പ്രതിഷേധങ്ങളും സത്യം ചെയ്ത വാക്കുകളും ചേർത്ത് അവൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു. "Those are lying excuses," they said behind his back. അതെല്ലാം കള്ളക്കാരൻ്റെ ന്യായീകരണങ്ങളാണെന്ന് ആളുകൾ അവൻ്റെ പിന്നിൽ നിന്ന് പറഞ്ഞു. The people now made him talk about the string to abuse them. ആളുകൾ ഇപ്പോൾ തമാശയ്ക്കായി അവനോട് ചരടിൻ്റെ കഥ പറയിപ്പിച്ചു. His mind, touched to the depth, began to weaken. ഈ സംഭവങ്ങൾ അവൻ്റെ മനസ്സിനെ ആഴത്തിൽ ബാധിച്ചു. അവൻ മാനസികമായി തളർന്നു. Towards the end of December, he took to his bed. ഡിസംബർ അവസാനത്തോടെ അവൻ കിടപ്പിലായി. He died in the first days of January. ജനുവരിയുടെ ആദ്യ ദിവസങ്ങളിൽ അവൻ മരിച്ചു. And in the delirium of his death struggles, he kept claiming his innocence. മരണവേളയിലെ അബോധാവസ്ഥയിലും അവൻ തൻ്റെ നിരപരാധിത്വം ആവർത്തിച്ചുകൊണ്ടിരുന്നു. Reiterating, "A piece of string, look here it is, Your Honor the Mayor." ഒരു ചെറിയ ചരടാണ്, ഇതാ നോക്കൂ സാർ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അവൻ്റെ മരണം. അങ്ങനെ നമ്മുടെ ആഷ്കോം മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് മരണത്തിൻ്റെ അവസാനം പോലും അദ്ദേഹം അതിനായിട്ടാണ് ശ്രമിച്ചത്. വീണ്ടും വീണ്ടും ആ കഥ ആളുകളെടുത്ത് പറഞ്ഞ് ആളുകൾക്ക് ഇപ്പോൾ അവനെക്കൊണ്ട് ആ കഥ പറയിക്കുന്നത് ഒരു കോമഡിയായി തമാശയായി മാറുകയാണ്. അവൻ കൂടുതൽ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അവൻ്റെ ഭാഗത്താണ് സത്യം എന്നുള്ളത് ആളുകളോട് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. അവനൊരു കോമാളിയെ പോലെയാണ് എല്ലാവരും കണക്കാക്കിയിരുന്നത്. തെറ്റായ ആരോപണം ഒരാളുടെ ജീവിതം തന്നെ നശിപ്പിക്കാം. സമൂഹത്തിൻ്റെ അവിശ്വാസം ഹോഷ്കോമിനെ മാനസികമായി തകർത്തു. സത്യം തെളിഞ്ഞിട്ടും ആളുകൾ വിശ്വസിക്കാത്തത് കഥയുടെ ഏറ്റവും വലിയ ദുഃഖമാണ്. ഈ കഥയുടെ അവസാനം ചെറിയൊരു ചരട് എടുത്തതിൻ്റെ പേരിൽ തെറ്റായ കുറ്റാരോപിതനായ ഹോഷ്കോം സമൂഹത്തിൻ്റെ അവിശ്വാസം സഹിക്കാനാവാതെ മാനസികമായി തകർന്നു മരിക്കുന്നു. മനുഷ്യരുടെ സംശയവും തെറ്റായ വിധിയും എത്ര വലിയ നാശം വരുത്തുമെന്ന് കഥ ശക്തമായി വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതിൽ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ഓഫ് ഈച്ച് സെൻറ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഈ ചാപ്റ്ററിൻ്റെ തന്നെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഗായ്സ്.